നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുമ്പോഴേ ഇതിനകത്ത് കുറച്ച് വണ്ടികളും കുറേ മരങ്ങളും മാത്രമല്ലേ കാണുന്നുള്ളൂ. നമ്മൾ ഇതിനകത്ത് പോയി കഴിഞ്ഞാൽ ഒരു വിസ്മയമാണ് നമ്മുടെ ഈ ചിങ്ങഞ്ചിറ ക്ഷേത്രത്തെ കാണിച്ചു തരാം. കേരളത്തിലെ പാലക്കാട് ജില്ലയിൽ കൊല്ലങ്കോട് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രകൃതിദത്ത ക്ഷേത്രമാണ് ചിങ്ങഞ്ചിറ കറുപ്പുസ്വാമി ക്ഷേത്രം കേട്ടോ. പ്രത്യേക നിർമ്മിതികളോ ചുവരുകളോ ഇല്ലാതെ ആൽമരത്തിൻ്റെ തണലിൽ പ്രകൃതിയെ തന്നെ ആരാധനാമൂർത്തിയായി കാണുന്ന ഒരു ആത്മീയ കേന്ദ്രമാണ് ചിങ്ങഞ്ചിറ കറുപ്പുസ്വാമി ക്ഷേത്രം. അമ്പലത്തിലെ മേൽക്കൂരയോ പ്രത്യേക രൂപമോ ഇല്ലാതെ ആൽമരത്തിൻ്റെ വേരുകൾക്കിടയിലാണ് വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. കൊല്ലങ്കോട് ടൗണിൽ നിന്ന് ഏകദേശം 6 കിലോമീറ്റർ അകലെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അതായത് വഴിപാടുകൾ വരുന്നത് ജാതിമതഭേദമന്യേ ആളുകൾ എത്തുന്ന ഈ ക്ഷേത്രത്തിൽ ചിക്കനും മട്ടനും ഒക്കെ പ്രധാന വഴിപാടുകളായി നൽകാറുണ്ട്. അപ്പോൾ കൊല്ലങ്കോട് വരുന്നവർ നമ്മൾ ചിങ്ങഞ്ചിറയ്ക്ക് പോകുന്നതിന് മുമ്പ് ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കട കടന്ന് വേണം കേട്ടോ പോകാൻ വേണ്ടിയിട്ട്. ചെറിയ കുഞ്ഞ് പഴയ കാലത്ത് ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ചായക്കടയാണ്. ചായയും പരിപ്പോടെയൊക്കെ അവിടുത്തെ ഫേമസ് ആണ് കേട്ടോ കേസ്. അപ്പോൾ കൊല്ലങ്കോട് ചിങ്ങഞ്ചിറയ്ക്ക് വരുന്നവർ എന്തായാലും ഇവിടുന്ന് ചായയൊക്കെ കുടിച്ചിട്ടാണ് അവിടെ എപ്പോഴും നമ്മൾ പോകാറുള്ളൂ. അപ്പോൾ നമ്മളങ്ങനെ ചിങ്ങഞ്ചിറ പ്രകൃതി ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയിലെത്തിയിട്ടത്. ഇവിടുന്ന് റൈറ്റിക്കാണ് നമുക്ക് പോകേണ്ടത്. ചിങ്ങഞ്ചിറ പ്രകൃതി ക്ഷേത്രം ഏകലവ്യ ആശ്രമം വെൽക്കംസ് യു എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഞങ്ങൾ വന്ന ദിവസം ഞായറാഴ്ചയാണ് കേട്ടോ. അപ്പോൾ നല്ല തിരക്കുള്ള ദിവസമാണ് ശനിയും ഞായറൊക്കെ. ഒരുപാട് വണ്ടികൾ തമിഴ്നാട്ടിൽ നിന്നായാലും ശരി, കേരളത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്നായാലും ശരി, കൊല്ലങ്കോട് വരുന്നവരെന്തായാലും ചിങ്ങഞ്ചിറ ക്ഷേത്രത്തിൽ വന്ന് തൊഴുതിയിട്ടേ പോകുള്ളൂ കേസ്. അപ്പോൾ എന്തായാലും നമ്മൾ ചിങ്ങഞ്ചിറ ക്ഷേത്രത്തിൻ്റെ അടുത്ത് തറ ഇവിടെ നിന്ന് കാണുമ്പോൾ നമുക്ക് ഇതിനകത്തൊരു ക്ഷേത്രമുണ്ടെന്ന് എന്തായാലും ശരിക്കും നമുക്ക് ഒരു ആശ്ചര്യമായി തോന്നട്ടോ കേസ്. ഒരു വലിയൊരു കാടാണ് അതിനകത്ത്. അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ കൊല്ലങ്കോട് വരുന്നവർ എന്തായാലും മിസ് ചെയ്യരുത്. ചിങ്ങഞ്ചിറ പ്രകൃതി ക്ഷേത്രം ഒരുപാട് സിനിമകളും ആൽബങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ്. ഈ അടുത്ത് തന്നെ റീസെൻ്റായിട്ട് ഇറങ്ങിയിട്ടുള്ള സൂര്യയുടെ കറുപ്പ് എന്ന സിനിമയും ഇവിടെ കുറച്ച് ഷൂട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ട് കേസ്. അപ്പോൾ ഇന്ന് വരുന്ന ദിവസം നല്ല തിരക്കാണ് ഇവിടെ കേട്ടോ. അങ്ങോട്ട് പോകെ നമുക്ക് അറിയാൻ പറ്റും. ഒരുപാട് സൈഡിൽ തന്നെ നമുക്ക് വണ്ടികളൊക്കെ നിർത്തണം. പിന്നെ ക്ഷേത്രത്തിനകത്ത് പോയി കഴിഞ്ഞാൽ അവിടെയും പാർക്കിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ഈ നമ്മുടെ ഒരു കുളത്തിൻ്റെ സൈഡ് ആളുകൾ നിന്ന് ഭക്ഷണം പാകം ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് നേർച്ചയായിട്ട് കൊണ്ടുവരുന്ന കോഴിയും ആടും ഒക്കെ ഇവിടെ വന്നിട്ട് നമുക്ക് ചോറും ഒക്കെ വെച്ച് ഭഗവാനെ നേദിച്ചിട്ട് അത് കഴിക്കലാണ് ഇവിടുത്തെ പ്രധാന വഴിപാട്. നേരെ കാണുന്നതാണ് ചിങ്ങഞ്ചിറ ക്ഷേത്രം. അപ്പോൾ ഇവിടെ വണ്ടികളൊക്കെ നിർത്തി നമുക്ക് ഇവിടെ പ്രകൃതിയുടെ ഈ സുന്ദരമായ ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇവിടെ നിൽക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോൻ്റെ ആദ്യം പറഞ്ഞതുപോലെ തന്നെ കറുപ്പസ്വാമി ക്ഷേത്രത്തിൽ മേൽക്കുരിയോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ആ ഒരു ആൽത്തറൻ്റെ താഴെയാണ് ഭഗവാൻ കറുപ്പസ്വാമി ഇരിക്കുന്നത് അവിടെയാണ് കേട്ടോ കേസ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പൂജകളൊക്കെ ചെയ്യിച്ച് ഇവിടെ ഈ കാണുന്ന കേട്ടോ കറുപ്പസ്വാമി ക്ഷേത്രം ആൽത്തറിൻ്റെ താഴെയാണ്. അവിടെയാണ് പൂജകളും കാര്യങ്ങളൊക്കെ ചെയ്യണത് കേട്ടോ. എന്നിട്ട് നമുക്ക് ചുറ്റും കുറേ സ്ഥലങ്ങൾ ഇത് കണ്ടില്ല, ഇവർ അടുപ്പ് കൂട്ടിയിട്ട് അവിടെയൊക്കെ ഭക്ഷണം പാകം ചെയ്യുന്നത് കണ്ടില്ലേ വണ്ടിയിലൊക്കെ വന്നിട്ട്. അപ്പോൾ ഫാമിലി ആയിട്ട് എല്ലാവരും വരും. ഇവിടെ നിന്ന് ഭക്ഷണങ്ങളൊക്കെ പാകം ചെയ്ത് ഭഗവാന് നേദിച്ച് അത് കഴിച്ച് തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വളരെ പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് കൊല്ലങ്കോട്ടിലെ ചിങ്ങഞ്ചിറ ക്ഷേത്രം. കൊല്ലങ്കോട് ഫേമസ് ആകുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ആരാധനയും കാര്യങ്ങളും എല്ലാത്തിനും ഒരുപാട് ജനങ്ങൾ ശനിയും ഞായറൊക്കെ വരാറുണ്ട്. അന്ന് ഇതിനേക്കാളും തിരക്കും കാര്യങ്ങളൊക്കെ എപ്പോഴും ഉണ്ട് കേട്ടോ കേസ് ഇവിടെ. അപ്പോൾ നമ്മുടെ ചിങ്ങഞ്ചിറ കറുപ്പസ്വാമി ക്ഷേത്രത്തിലേക്ക് വന്നതാണ് കേട്ടോ. നമ്മൾ എലവഞ്ചേരിയിലൊക്കെ പോയിട്ട് അങ്ങനെ തിരിച്ച് വന്നതാണ് ഈ വഴി. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുമ്പോഴേ ഇതിനകത്ത് കുറച്ച് വണ്ടികളും കുറേ മരങ്ങളും മാത്രമല്ലേ കാണുന്നുള്ളൂ. നമ്മൾ ഇതിനകത്ത് പോയി കഴിഞ്ഞാൽ ഒരു വിസ്മയമാണ് നമ്മുടെ ഈ ചിങ്ങഞ്ചിറ ക്ഷേത്രത്തേക്ക്. അപ്പോൾ ഞങ്ങളങ്ങനെ ചിങ്ങഞ്ചിറ ക്ഷേത്രത്തിൽ കുറേ നേരം നിന്നിട്ട് തിരിച്ചു വന്നു കേസ്. വീണ്ടും ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കടൻ്റെ അവിടെ എത്തി. അപ്പോൾ എന്തായാലും അകത്ത് പോയിട്ട് ഒരു ചായയും എന്തെങ്കിലും വടയും എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാനും സോവും കൂടി അവിടെ ഇറങ്ങിയിട്ടാണ്. അപ്പോൾ ഞാനവിടെ ഇരിക്കുകയാണ് ചായയൊക്കെ പണ്ടിടുന്നത്. നല്ല തിരക്കുള്ളത് കൊണ്ട് തന്നെ ചെല്ലഞ്ചേട്ടൻ്റെ ഉള്ളിലാണ് കേട്ടോ. അപ്പോൾ മൂപ്പരെയൊന്നും കാണാനൊന്നും പറ്റിയില്ല. അപ്പോൾ എന്തായാലും ഞങ്ങൾ വെളിയിൽ കുറേ നേരം ഇരുന്നു. അമ്മയോട് ചായയൊക്കെ പറഞ്ഞു 2 ചായയും കുടിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോകാൻ കേസ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അറിയിക്കണം കേട്ടോ. ഓക്കെ, ബൈ.